ഹായ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. BB6 ലൈവ് അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ ലൈവ് കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ ഇന്ന് ഒരു 4 മണിക്ക് തൊട്ട് മുന്നേ വരെ ഞാൻ കുറച്ച് നേരം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ അതിൽ കാര്യമായിട്ടൊന്നുമില്ല, 1-2 കണ്ടൻറ്റ് കിട്ടിയിട്ടുണ്ട്, അത് പറയാമെന്ന് വിചാരിച്ചു. ആദ്യം മോർണിംഗിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വെച്ചത്. അപ്പം മോർണിംഗിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി. അത് ഞാൻ യൂട്യൂബിൽ ലൈവ് ആൾക്കാർ എടുത്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ജാൻമണിയും നോറയും തമ്മിലൊരു ഫൈറ്റ് നടന്നിട്ടുണ്ട്. അതിൽ മോർണിംഗ് ടാസ്കിൽ എന്തോ നോറ ജാൻമണി മറ്റുള്ളവരുടെ ഔദാര്യത്തിലാണ് ജാൻമണി അവിടെ നിന്ന് പോകുന്നത് എന്ന് പറഞ്ഞു. ജാൻമണിനെ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ജാൻമണി കുറേ മറ്റുള്ളവർ ചീത്ത പറയണു, അത് പറയണു, ഇത് പറയണു, അതെല്ലാം പറയും. അതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരെയും പോയിട്ട് സോപ്പിട്ടിട്ട് കൊഞ്ചിട്ടും വർത്താനം പറഞ്ഞിട്ട് ചിരിച്ചും കളിച്ചും അങ്ങനെ സോപ്പിട്ട് പോകുന്നു. അങ്ങനെ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ജാൻമണി നിന്ന് പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജാൻമണിയും നോറയും തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുന്നു. ജാൻമണി നോറയെ തല്ലാൻ കൈ പൊക്കി എന്നാണ് നോറ പറയുന്നത്. അപ്പോഴേക്കും ആരോ ജാൻമണിയെ പിടിച്ചു മാറ്റി. അങ്ങനെ ഒരു ഫൈറ്റ് രാവിലെ ഉണ്ടായി എന്ന് പറയുന്നു. പിന്നെ ഞാൻ എപ്പോൾ തൊട്ടാണ് കണ്ടതെന്നറിയോ, ലക്ഷറി ബഡ്ജറ്റ് വന്നപ്പോൾ പവർ ടീമിൻ്റെ ആൾക്കാർക്കുള്ള ലക്ഷറി ബഡ്ജറ്റ് വന്നപ്പോൾ ഇവരെല്ലാവരും അർജുനും ഇവരെല്ലാം പോയി എടുത്തിട്ട് വരുന്നു. ഇവർ നേരെ പവർ ടീമിൻ്റെ റൂമിലേക്ക് പോകുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അവർ പറക്കി കഴിക്കുന്നു. പിന്നെ അതിൽ മറ്റേ പിസി അങ്ങനെ എന്തോ സംഭവം വന്നപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നതായിട്ട് കണ്ടില്ല. കുറച്ച് സാധനം അവർക്ക് ഫേവറായിട്ട് എടുത്ത് അവർ മാറ്റി വെക്കുന്നു. പിന്നെ അവർക്ക് ഫേവറായിട്ട് നിന്നവർക്ക് മാത്രം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. അവർക്ക് ഫേവറായിട്ട് അങ്ങനെ കുറച്ച് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് എന്തോ അതൊരു കറക്റ്റായിട്ട് ഷെയറിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. അത് തന്നെ ഒരു നെഗറ്റീവ് അല്ലേ, എനിക്കത് ഇത്ര ഇഷ്ടമായില്ല കേട്ടോ. എന്തൊരു സാധനം കിട്ടിയാലും സംഗതി പവർ ടീമിനാണ് കൊടുക്കുന്നതെങ്കിലും എല്ലാവരും ഒരേ അവസ്ഥയിലല്ലേ, ഭക്ഷണം അധികം കിട്ടാതെയും അത്ര ഇതായിട്ടൊന്നും അല്ലല്ലോ അവിടെ ഇരിക്കണത്. അപ്പോൾ കിട്ടുന്ന സാധനം എല്ലാവർക്കും ഷെയർ ചെയ്യുമ്പോഴല്ല എൻ്റെ സന്തോഷം. പക്ഷെ പവർ ടീമിൽ നിന്ന് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തത് അത് എല്ലാവർക്കും ഷെയറായി പോയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. എല്ലാവർക്കും കൊടുക്കാനും പറയുന്നുണ്ട് അർജുൻ. എന്നാലും ആ സാധനം കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ഓരോന്നായിട്ട് അങ്ങനെ കൊടുക്കുമ്പോഴല്ലേ സന്തോഷം. നേരെ പവർ ടീമിൻ്റെ റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ റൂമിലേക്ക് അവരവരുടെ സെൽഫിലേക്ക് മാറ്റി വേറെ കുറച്ച് സാധനങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്തു. എനിക്കത്ര ഇഷ്ടപ്പെടില്ല. പിന്നെ ശ്രീരേഖയും ഋഷിയും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിൽ സായിയെക്കുറിച്ച് പറയുന്നുണ്ട്. സായിയൊക്കെ ജിൻഡോയോടൊപ്പം നിന്നിട്ട് ജിൻഡോയുടെ റിയൽ ക്യാരക്ടർ പുറത്തെടുക്കാനാണ് നോക്കുന്നത്. ജിൻഡോ പൊതുവെ ഒരു കോമിക്കായിട്ടാണല്ലോ ഇവിടെ കാണിക്കുന്നത്. അതല്ലാതെ ജിൻഡോയ്ക്ക് വേറൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് എടുക്കാനാണ് സായിയൊക്കെ ശ്രമിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ സായി അവിടെ കുറേ നേരം മൈക്കിടാതെ നടന്നു. അതിൻ്റെ പേരിൽ സായിക്ക് പവർ ടീമിൻ്റെ നിന്ന് പണിഷ്മെൻറ്റും കിട്ടി. എന്തോന്നല്ല ഇത്, സായി പക്ഷേ സായി ഗെയിം കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് സായിനെ കുറേ ടൈം കാണിച്ചിട്ടുണ്ടായിരുന്നു. സായി ഒരാളിലോ 1-2 ഗ്രൂപ്പിൽ മാത്രം ഇരിക്കുന്നത് കാണുന്നില്ല. സായി എല്ലാവരിലും വളരെ നാച്ചുറൽ എന്ന പോലെ, ജെനുവിൻ എന്ന പോലെ എല്ലാവരുടെ സ്ഥലത്ത് എത്തുകയും ജെനുവിനായിട്ട് പോയി നിൽക്കുകയും എല്ലാവർക്കും ജെനുവിനെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിൽക്കുകയും അവരുമായിട്ട് കാര്യങ്ങൾ മിങ്കിൾ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് സായി ഗെയിം കളിക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ സായി അവിടെ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയല്ല, സായി സൈലൻ്റ് ആയിട്ടുള്ള ഗെയിം കളിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലായി. പിന്നെ സായിയുടെ വക മാപ്പ് പറയൽ ഓരോരുത്തരത്തും പോയിട്ട് പവർ ടീമിൻ്റെ വക സായിക്ക് കൊടുത്ത പണിഷ്മെൻറ്റ് ഇതായിരുന്നു. ഓരോരുത്തരത്തും പോയിട്ട് ഇനി ഞാൻ മൈക്കിടാതിരിക്കില്ല, മാപ്പ് പറയണമെന്ന് പറഞ്ഞാൽ എല്ലാവരോടും നടന്ന് മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ന്യൂ ക്യാപ്റ്റനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇലക്ഷൻ ആണ് അവിടെ നടത്താൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഓരോരോ ടീം വൈസ് അവരുടെ ടീമിൽ നിന്ന് ആരാണ് ഇലക്ഷന് നിൽക്കാൻ പോകുന്നത് ക്യാപ്റ്റനായിട്ടെന്നുള്ള തീരുമാനിക്കാൻ പറയുന്നു. അങ്ങനെ ഓരോരുത്തർ ടീമായിട്ട് പോയി നിന്ന് അവർ സായിയുടെ ടീമിൽ അഭിഷേക്, നന്ദന, നോറ, ജിൻഡോ ഇവരാണ് സായിയുടെ ടീമിലുണ്ടായിരുന്നത്. അവരെല്ലാവരും കൂടെ അവിടെ പോയി ആലോചിക്കുന്നു. പിന്നെ ജിൻഡോനെ ഇലക്ഷൻ നിൽക്കാൻ തീരുമാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആരാണ് സിബിൻ്റെ ടീമിൽ ശ്രീരേഖ, ശ്രീതു, പിന്നെ ആരാ അൻസിബ അവരൊക്കെയാണ്. അപ്പോൾ അതിൽ അവർ ശ്രീതുവിനെ നിർത്താനാണ് തീരുമാനിക്കുന്നത്. പവർ ടീമിൻ്റെ ആൾക്കാർ ആരാന്ന് അപ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പവർ ടീമിൽ നിന്ന് ആരാ തീരുമാനിക്കണം എന്നുള്ളത് അവരും വന്നിട്ട് പറയാൻ പറഞ്ഞു. എല്ലാവരും ആലോചിച്ചിട്ട് പറയാൻ പറഞ്ഞു. എല്ലാവരും ആലോചിച്ചിട്ട് പറയാൻ വന്നപ്പം പവർ ടീമിൽ നിന്ന് ഇപ്പം നിലവിലുള്ള പവർ ടീമിൽ നിന്ന് ഗബ്രി വന്നിക്കണു, ഇപ്പുറത്ത് ജിൻഡോ, പിന്നെ അപ്പോൾ ഉടനെയും
ടീം വൈസായിട്ട് തീരുമാനിച്ചത് ശ്രീധുവിനെ നിർത്താനായിരുന്നു. അവിടെ വന്ന് മെയിനായിട്ട് ആരാ നിൽക്കുന്നത് ചോദിച്ച ഉടനെ ശ്രീരേഖ ചാടി എണീറ്റു. അവിടെ ശ്രീരേഖ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് അപ്രതീക്ഷിതമായി ശ്രീരേഖ ചാടി എണീറ്റപ്പോൾ, കാരണം ശ്രീധുവിനെയാണ് ഇലക്ഷന് നിർത്താൻ തീരുമാനിച്ചത്, ശ്രീരേഖ ചാടി എണീക്കുകയാണ്. അപ്പോൾ പിന്നെ ശ്രീരേഖയും തമ്മിലൊരു ക്ലാഷ് ആവുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സിബിൻ അത് പോയിരുന്നു നാക്കിൽ സംസാരിച്ച് ശ്രീരേഖയായിട്ട് അടിയില്ല എന്നാൽ കോംപ്രമൈസും ഇല്ല എന്ന കാര്യം പറയാൻ വേണമെന്നുള്ളത് കുറേ നേരം അവിടെ പോയിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ഇതിൽ വന്നത് പിന്നെന്താ ഉണ്ടായിരുന്നത്, സായിക്ക് ഞാൻ ഇന്ന് രാവിലെയാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്, ഇന്നലത്തെ വീഡിയോ. അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, സായി കഴിഞ്ഞ സാരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ജയിൽ നോമിനേഷൻ എന്നാ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. മിക്കതും ജയിൽ നോമിനേഷന് സായിക്ക് പണി കിട്ടാൻ വഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. അതേ കാരണം തന്നെ പുറത്തെ കാര്യങ്ങൾ അകത്ത് പറഞ്ഞു എന്നുള്ള കാരണത്താലും, ചിലർ മൈക്കിടാതെ നടന്നു എന്നുള്ള കാരണത്താൽ സായിയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു. സായി ജയിലിലേക്ക് പോകും. പിന്നെ പവർ ടീമിന് ഒരാളെ നോമിനേറ്റ് ചെയ്യാം, അത് അൻസിബയാണ്. അപ്പോൾ അൻസിബയും സായിയും ജയിലിലേക്ക് പോകും. അൻസിബയ്ക്ക് സായിയോട്ടുള്ളൊരു ചെറിയ ക്ലാഷ് വന്നിട്ടുണ്ട്. സായി ഇപ്പോൾ അൻസിബിനെ എന്തോ ജ്ഞാനിയാണെന്നെന്തോ പറഞ്ഞു എന്ന്. അപ്പോൾ അൻസിബയ്ക്ക് അത് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടാണ് ജയിലിലേക്ക് പോകാൻ പോണത്. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ കുറച്ച് നേരം കണ്ട ലൈവ് അപ്ഡേറ്റ്. പിന്നെ വേറെ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ ഞാൻ എഴുതി വെച്ചെങ്കിലും? വേറൊന്നും പിന്നെ ഒരു സാധനം അവിടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സീക്രട്ടായിട്ട് നടക്കുന്നുണ്ട്. അഭിഷേകും ജിൻഡോയുമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. പിന്നെ വേറെ ഞാൻ ആ കോൺവെർസേഷൻ കേട്ടിട്ടുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. എന്തോ കാലിലെന്തോ പിടിച്ചു എന്നുള്ള അങ്ങനെ എന്തോ സംഗതിയായിട്ട് എന്തോ ഒരു നെഗറ്റീവ് സാധനം അതിൻ്റെ ഉള്ളിൽ പൊട്ടിത്തെറിക്കാതെ ഒരു മുള വീണിട്ടുണ്ട്. അത് എപ്പോഴാണ് പൊട്ടിത്തെറിക്കാമെന്നറിയില്ല. അതിങ്ങനെ കറങ്ങുന്നുണ്ട് ചിലരിൽ മാത്രം. അപ്പോൾ അതാണ് ഇന്നുണ്ടായ കണ്ടന്റ് എന്ന് പറയുന്നത്, ഇതുവരെയുള്ള അപ്ഡേറ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാനൊന്നും കണ്ടിട്ടില്ല. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയിരിക്കും ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള വോട്ടിങ് വരിക. ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ വെച്ച് നോക്കിയിട്ട് പിന്നെ ക്യാപ്റ്റൻ ആരാന്നൊക്കെ അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ബൈ.